Hello everyone, welcome to Free Period. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഭാഗത്ത് 6 മാർക്കിന് ചോദിക്കാവുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ മീഡിയ കൺവേർജൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ മോഡേൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. മീഡിയ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് മീഡിയ പ്ലാറ്റ്ഫോംസുകൾ ബ്ലെൻഡ് ചെയ്യപ്പെടുക, ഒരുമിച്ചാക്കപ്പെടുന്നതിനെയാണ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ തുടങ്ങിയവ ഒരു യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലോട്ട്, ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലോട്ടാക്കി മാറുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മോഡേൺ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത്? ഒന്നാമത്തെ, എൻഹാൻസിങ് ആക്സസിബിലിറ്റി ആണ്. അതായത് മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, പ്രിന്റ് മീഡിയ തുടങ്ങിയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ലഭ്യമാകാൻ തുടങ്ങുന്നു. എൻകറേജിങ് ഇന്ററാക്ടിവിറ്റി, നമുക്ക് ഇന്ററാക്ടിവിറ്റി ലഭിക്കുന്നു. അതായത് കമന്റ് സെക്ഷൻസ്, ലൈവ് ചാറ്റുകൾ, മൾട്ടിമീഡിയ എലമെന്റുകൾ, കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ കഴിയുന്നു. എനാബിളിംഗ് ക്രോസ് പ്ലാറ്റ്ഫോം കോണ്ടന്റ് ഷെയറിംഗ്, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസ് സ്റ്റോറീസുകൾ അത് പ്രിന്റ് ആയിട്ട്, വീഡിയോ, ഡിജിറ്റൽ ഫോർമാറ്റുകളിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. നമുക്ക് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കുക. ഇതാണ് മോഡേൺ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 3 essential tools and apps for high quality smartphone കോണ്ടന്റ് ക്രിയേഷൻ. അതായത് ഹൈ ക്വാളിറ്റി ആയിട്ട് സ്മാർട്ട് ഫോൺ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ടൂളുകളും ആപ്പുകളും ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 3ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, ഒന്ന് അഡോബ് പ്രീമിയർ റഷ് ഉപയോഗിക്കാം. മൊബൈൽ ഫ്രണ്ട്ലി വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. പ്രൊഫഷണൽ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതാണ് അഡോബ് പ്രീമിയർ റഷ് എന്ന് പറയുന്നത്. ആങ്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, പോഡ്കാസ്റ്റിംഗ് ആപ്പാണ്. റെക്കോർഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളാണ് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് റിംഗ് ലൈറ്റ്സുകൾ. അതായത് വീഡിയോ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോയുടെ ക്വാളിറ്റികളൊക്കെ കൂട്ടാൻ പറ്റും. ഈ ടൂളുകളൊക്കെയാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുതലായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടൂളുകളായിട്ട് ട്രൈപോഡ്, ജിംബിൾസ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം, എക്സ്റ്റേണൽ മൈക്രോഫോൺസുകൾ ഉൾപ്പെടുത്താം, റിംഗ് ലൈറ്റുകൾ, സ്മാർട്ട് ഫോൺ ലെൻസുകൾ ഉൾപ്പെടുത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ the applications of virtual reality and augmented reality in media and entertainment. മീഡിയയിൽ എന്റർടൈൻമെന്റിൽ ഉപയോഗിക്കുന്ന വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തമ്മിൽ കമ്പാരിസൺ ചെയ്യുക എന്നുള്ളതാണ്. വിർച്വൽ റിയാലിറ്റി VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഡിജിറ്റൽ എൻവിറോൺമെന്റ് ഉണ്ടാക്കുന്നു. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ്. വിർച്വൽ ടൂറിസത്തിന് വേണ്ടിയിട്ടും ട്രെയിനിങ് സിമുലൈസേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് VR, വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു VR ബോക്സ് വെച്ചുകൊണ്ട് നമുക്കൊരു ഡിജിറ്റൽ വേൾഡിലോട്ട് കടന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലോട്ട് പോകാൻ കഴിയുന്ന ഒരു മീഡിയമാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമുക്ക് നൽകുന്നതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡിനെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി ഇമ്മേഴ്സീവ് ആക്കുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കാറുള്ളത്. അതിന് ഇൻസ്റ്റാഗ്രാം ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആക്കി പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് നമ്മളുടെ റിയൽ ടൈമിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ റൂമുകളിലൊക്കെ എങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് ചാനലുകളിൽ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 3D ഗ്രാഫിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ഓഗ്മെന്റഡ് റിയാലിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി തമ്മിലുള്ള മാറ്റം ഇതാണ്. അതായത് വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ എൻവിറോൺമെന്റ് ആയിരിക്കും. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്തായിരിക്കും, റിയൽ വേൾഡിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തത്, വാട്ട് ആർ സം എസെൻഷ്യൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ്. അതായത് പോഡ്കാസ്റ്റിംഗ് സ്ട്രീമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസുകളും ടൂളുകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോംസ് സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ടിച്ച്, യൂട്യൂബ് ലൈവ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാറ്റ്ഫോംസ് ആയിട്ട് പോഡ്കാസ്റ്റിംഗ് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടൂളുകളായിട്ട്
നമുക്ക് മൈക്രോഫോൺസുകൾ USB അല്ലെങ്കിൽ XLR എന്ന് പറയുന്ന മൈക്രോഫോൺസുകൾ ക്ലിയർ ഓഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. OBS സോഫ്റ്റ്വെയറുകൾ സ്ട്രീം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈക്രോഫോൺസുകൾ, അതായത് ക്ലിയർ ആയിട്ടുള്ള പ്രൊഫഷണൽ ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടി മൈക്രോഫോൺസുകൾ, ഹെഡ്ഫോൺസുകൾ ഉപയോഗിക്കാം. അതായത് സൗണ്ട് ക്വാളിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെഡ്ഫോൺസുകൾ ഉപയോഗിക്കാം. പോപ്പിംഗ് സൗണ്ടുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോപ്പ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ്, ഓഡാസിറ്റി, അഡോബ് ഓഡിഷൻ, ആങ്കർ തുടങ്ങിയിട്ടുള്ള അതൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ടൂളുകളായിട്ട് പോഡ്കാസ്റ്റിംഗ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ടൂളുകളായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോമൺ ചാലഞ്ചസ് ഇൻ പോഡ്കാസ്റ്റിംഗ് ആൻഡ് സ്ട്രീമിംഗ്? ഹൗ ക്യാൻ കോണ്ടന്റ് ക്രിയേറ്റർ ഓവർകം ദം? അതായത് എന്തൊക്കെയാണ് പോഡ്കാസ്റ്റിംഗിലും സ്ട്രീമിംഗിലും വരുന്ന കോമൺ ചാലഞ്ചസ്, എങ്ങനെയൊക്കെയാണ് ഇത് എന്ത് ചെയ്യുക, ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടായിരിക്കും, കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷൻസ്, ലോ ക്വാളിറ്റി ഓഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഓഡിയൻസ് റിറ്റൻഷൻസ് വരാറുണ്ട്. ലിസണേഴ്സ്, വ്യൂവേഴ്സിന്റെ എൻഗേജ്മെന്റ് ഒക്കെ കൂടുതലായിട്ടും കുറവാവുന്ന സന്ദർഭങ്ങൾ വരാറുണ്ട്, ചാലഞ്ചുകളായിട്ട് വരാറുണ്ട്. മോണിറ്റൈസേഷൻ ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്, അതായത് റവന്യൂസ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സ്ട്രീമിങ്ങിന് പോഡ്കാസ്റ്റിംഗിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെയൊക്കെ ഇതിന് മാറ്റിയെടുക്കാം സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാളിറ്റി എക്യുപ്മെന്റ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഹൈ ക്വാളിറ്റി മൈക്രോഫോൺസുകൾ, സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻസ് കൊണ്ടുവരാം. എൻഗേജിങ് ഓഡിയൻസ്, അതായത് ഇന്ററാക്റ്റീവ് എലമെന്റ്സ്, Q&A സെഷൻസിലൂടെയൊക്കെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാം. റവന്യൂ സ്ട്രീംസുകൾ എക്സ്പ്ലോർ ചെയ്യുക, അതായത് സ്പോൺസർഷിപ്പുകൾ, പ്രീമിയം കോണ്ടന്റുകൾ അല്ലെങ്കിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നൽകുന്നതിലൂടെ നമുക്ക് ഈ ചാലഞ്ചുകളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എസെൻഷ്യൽ സ്കിൽസ് റിക്വയർഡ് ഫോർ ആൻ എഫക്റ്റീവ് ഓൺ എയർ റേഡിയോ പെർഫോമൻസ്? ഒരു ഓൺ എയർ റേഡിയോ പെർഫോമൻസിന് വേണ്ട എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ വോയിസ് മോഡുലേഷൻസ് നോക്കണം, അതായത് ടോണുകള്, പിച്ച്, വോളിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലിസണേഴ്സിന്റെ എൻഗേജ്മെന്റ് അനുസരിച്ച് കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ക്ലിയർ ആർട്ടിക്കുലേഷൻസ് വേണം, അതായത് വേർഡ്സുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. മിസ്കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാവരുത്, അതായത് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തെറ്റായി മാറരുത്. അതാണ് ക്ലിയർ ആർട്ടിക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഫേസിംഗ് ആൻഡ് ടൈമിംഗ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്രോപ്രിയേറ്റുള്ള സ്പീച്ചുകൾ, അതായത് നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ മൂഡിനനുസരിച്ച് വേണം ആയിരിക്കേണ്ടത്. ഓഡിയൻസ് എൻഗേജ്മെന്റ് വേണം, ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ട് പൗസുകൾ കൊടുക്കുക. വോയിസിന്റെ വേരിയേഷൻസ്, അതായത് ഓഡിയൻസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വേരിയേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതാണ് ഓഡിയൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റീസ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഓൺ എയർ റേഡിയോ പെർഫോമൻസിന് വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, why is editing an essential process in media production and how do various tools contribute to it? അതായത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മീഡിയ പ്രൊഡക്ഷന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവാനുള്ള കാരണം, അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ടൂളുകൾ, എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ടൂളുകൾ എങ്ങനെയൊക്കെയാണ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫൂട്ടേജിനെ എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ള നരേഷനിലേക്ക് കൊണ്ടുവരിക, അതിനെ റിഫൈൻ ചെയ്യുക തുടങ്ങിയുള്ള ഡ്യൂട്ടിയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ എഡിറ്റിംഗ് അതിലൂടെ അൺനെസസറി ആയിട്ടുള്ള എലമെന്റുകൾ, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുന്നു. ഫേസിങ്, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്യപ്പെടുന്നു. ട്രാൻസിഷൻ നൽകുന്നു, എഫക്റ്റുകൾ നൽകുന്നു, ഓഡിയോ എൻഹാൻസ്മെന്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഡിറ്റിംഗിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ എഡിറ്റിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, റഫ് കട്ടിങ് നടക്കുന്നുണ്ട്, ഫൈൻ ട്യൂണിങ് നടക്കുന്നുണ്ട്, ട്രാൻസിഷൻസ് കൊടുക്കുന്നുണ്ട്, ഫൈനൽ പ്രൊഡക്റ്റുകൾ ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. അഡോബ് പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, ഡാവിൻസി റിസോൾവ് തുടങ്ങിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർസുകൾ ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളർ ഗ്രേഡിങ്, ടൈം ലൈൻ എഡിറ്റിംഗ്, സ്പെഷ്യൽ എഫക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകാറുമുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ഒക്കെ, ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത്, എക്സ്പ്ലെയിൻ ദ 3-point ലൈറ്റിംഗ് ടെക്നിക് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ വീഡിയോ പ്രൊഡക്ഷൻ. അതായത് 3-point ലൈറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 3-point ലൈറ്റിംഗ്
ഒരു വീഡിയോ പ്രൊഡക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ കീ ലൈറ്റ് ആണ്. കീ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ലൈറ്റ് ആണ്. 45 ഡിഗ്രി ആംഗിളിലൊക്കെയാണ് ഇത് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഷാഡോസും ഒക്കെ നൽകിക്കൊണ്ട് ഡെപ്ത് ആയിട്ട് ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കീ ലൈറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തെ ഫിൽ ലൈറ്റ് ആണ്. ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ലൈറ്റ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ട് കീ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നൽകാറുള്ളത്. ഒരു സോഫ്റ്റൺ ആയിട്ടുള്ള ഷാഡോസ് ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഫിൽ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ബാക്ക് ലൈറ്റ് ആണ്. അതായത് സബ്ജക്റ്റിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് എന്ത് വെക്കാറുള്ളത്, ബാക്ക് ലൈറ്റുകൾ വെക്കാറുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സെപ്പറേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്ക് ലൈറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ 3 ലൈറ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, 3 പോയിന്റ് ലൈറ്റിംഗ് എന്ന് പറയാറുള്ളത്. ഇത് സബ്ജക്റ്റിന് കൂടുതൽ വിസിബിലിറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടും ഹാർഷ് ആയിട്ടുള്ള ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു വീഡിയോസിന് പ്രൊഫഷണൽ ലുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് 3 പോയിന്റ് ലൈറ്റിംഗ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, how do different phases of video production contribute to create a visually compelling final product? അതായത് വീഡിയോ പ്രൊഡക്ഷന്റെ ഒരു സ്റ്റേജുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വീഡിയോ പ്രൊഡക്ഷൻ 3 സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കീ ഫേസസ് ഉണ്ട്. പ്രീ പ്രൊഡക്ഷൻ, അതായത് പ്ലാനിങ് നടത്തുക, സ്ക്രിപ്റ്റിംഗ് എഴുതുക, സ്റ്റോറി ബോർഡ് തയ്യാറാക്കുക, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചുകൾ തയ്യാറാക്കുക തുടങ്ങിയ സ്റ്റേജുകളാണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രൊഡക്ഷൻ ആണ്. ക്യാമറ വർക്കുകൾ, ലൈറ്റിംഗ്, സൗണ്ട് റെക്കോർഡിംഗ്, അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ ക്യാപ്ചർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടികളാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. എഡിറ്റ് ചെയ്യുക, കളർ കറക്ഷൻ നടത്തുക, സ്റ്റോറി ടെല്ലിംഗ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് നൽകുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടിയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഫേസസിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഒരു വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ട് നല്ല ഒരു വിഷ്വൽ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ മാറുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എസെൻഷ്യൽ ഓഡിയോ ടൂൾസ് യൂസ്ഡ് ഇൻ മീഡിയ പ്രൊഡക്ഷൻ ആൻഡ് ഹൗ ഡു ദേ കോൺട്രിബ്യൂട്ട് ടു സൗണ്ട് ക്വാളിറ്റി? അതായത് ഒരു മീഡിയ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത് മൈക്രോഫോൺസ് ആണ്. സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡൈനാമിക് ആയിട്ടുള്ള മൈക്രോഫോൺസ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, റിബൺ മൈക്രോഫോൺസ് ഉണ്ട്. ഇങ്ങനെയുള്ള മൈക്രോഫോൺസ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മിക്സേഴ്സ് ഉണ്ട്, അതായത് സൗണ്ട് മിക്സേഴ്സ് സൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓഡിയോ ലെവൽസുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മിക്സേഴ്സ് ഉപയോഗിക്കാറുള്ളത്. അടുത്ത ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് ഉണ്ട്, അതായത് അഡോബ് ഓഡിഷൻ, ഓഡാസിറ്റി തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി ട്രാക്ക് എഡിറ്റിംഗ് നടത്തും. അതായത് നോയിസ് റിഡക്ഷൻ ചെയ്യാം, സൗണ്ട് എൻഹാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈക്വലൈസേഴ്സ് ആൻഡ് കംപ്രസേഴ്സ് ഉണ്ട്. ഈക്വലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോന്റെ കൺസിസ്റ്റൻസി, ക്ലാരിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈക്വലൈസേഴ്സും കംപ്രസേഴ്സും ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഓഡിയോ ടൂളുകൾ എന്ന് പറയുന്നത്, മീഡിയ പ്രൊഡക്ഷന് സമയത്ത് ഉപയോഗിക്കുന്ന ഓഡിയോ ടൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് what are some key techniques of writing effective script and for broadcast media? ബ്രോഡ്കാസ്റ്റ് മീഡിയയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പ്രധാനപ്പെട്ട കീ ടെക്നിക്സുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ നോയിങ് ദ ഓഡിയൻസുകൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുക, അവർക്ക് വേണ്ടി എഴുതുക. അതുപോലെ തന്നെ യൂസിങ് കോൺവെർസേഷണൽ ലാംഗ്വേജ്, അവർ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടുകൾ ഉൾപ്പെടുത്തുക, നാച്ചുറൽ ആയിട്ട് അവരോട് സംസാരിക്കുന്ന രീതിയിൽ എഴുതുക. കീപ് ഇറ്റ് കൺസൈസ്, അൺനെസസറി ആയിട്ടുള്ള കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കാതെ ക്ലാരിറ്റിയിലൂടെ എഴുതുക. മെയിൻറ്റെയിൻ എ ക്ലിയർ സ്ട്രക്ചർ, ഒരു ക്ലിയർ ആയിട്ടുള്ള ലോജിക്കൽ ഫ്ലോയിലൂടെ എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക. ആഡിങ് ഇമോഷണൽ അപ്പീൽസ്, അതായത് ഓഡിയൻസിനെ അവർക്ക് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൂടെ അവർക്ക് കുറച്ചുകൂടി ഇമോഷണലി അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കേണ്ടത്. യൂസ് ആക്റ്റീവ് വോയിസുകൾ, അതായത് കുറച്ചും കൂടി മെസ്സേജുകൾ ഡൈനാമിക് ആയിട്ട് നൽകണം എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസുകൾ നൽകുക. ഈ കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തതാണ് why is the 2-column script format preferred in television production and how does it improve efficiency? 2-column script format എന്തിനു വേണ്ടിയിട്ട് ടെലിവിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇത് എങ്ങനെയാണ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 2-column script ഫോർമാറ്റിൽ ഒന്നാമത്തെ ക്ലാരിറ്റി സെപ്പറേറ്റിംഗ് വീഡിയോ ആൻഡ് ഓഡിയോ എലമെന്റ്സ്, അതായത് വീഡിയോ എലമെന്റ്സുകളും ഓഡിയോ എലമെന്റ്സുകളും സെപ്പറേറ്റ് ആയിട്ട് നൽകുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ സമയത്ത് പ്രൊഡക്ഷൻ ടീമിന് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും സാധിക്കും. ഹെൽപ്പിംഗ് ഡയറക്ടേഴ്സ് വിഷ്വലൈസ്
വിഷ്വലൈസ് സീൻസ് എന്നുള്ളതാണ്. അതായത് ഒരു ഡയറക്ടർക്ക് ഒരു സീനുകൾ എക്സിക്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് 2 കോളം സ്ക്രിപ്റ്റ് ഫോർമാറ്റുകളെ ഹെൽപ്പ് ചെയ്യും. ഫെസിലിറ്റേറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ്, അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയോസ് എവിടെയാണ്, വീഡിയോസ് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടും. അലോയിങ് ഫോർ ബെറ്റർ കൊളാബറേഷൻ, അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ആ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ അവരുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ, ഓരോ സീനുകളിലും കമ്മ്യൂണിക്കേഷൻ വരുത്തുന്നതിന് ഈ 2 കോളം സ്ക്രിപ്റ്റ് ഫോർമാറ്റുകൾ സഹായിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കീ കൺസിഡറേഷൻസ് വെൻ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ഫോർ ടെലിവിഷൻസ്? ഒരു ടെലിവിഷന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് വേണം. അതായത് ഈ വീഡിയോയും ഓഡിയോയും തമ്മിൽ ബന്ധമുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കണം വേണ്ടത്. കൺസൈസ് ഡയലോഗ്, അതായത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ബ്രെവിറ്റിയോട് കൂടിയിട്ടുള്ള ഡയലോഗുകൾ തയ്യാറാക്കുക. ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് വേണം. അതായത് ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ്, എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജുകൾ, ഡയലോഗുകളൊക്കെ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സീൻസ് ട്രാൻസിഷൻസ്, അതായത് ഒരു സീനിൽ നിന്ന് അടുത്ത സീൻസിലേക്ക് ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫേസിങ് ആൻഡ് ടൈമിംഗ് എന്നുള്ളതാണ്. സ്ക്രിപ്റ്റുകൾ എന്ത് ചെയ്യണം, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ സമയം അതിനനുസരിച്ച് വേണ്ടി സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക. ഓഡിയൻസ് സെൻട്രിക് അപ്രോച്ച്, അതായത് ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻസും പ്രിഫറൻസുകളും ഒക്കെ എന്ത് ചെയ്യുക, അത് ഉപയോഗിച്ചുകൊണ്ട്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക. ഓക്കെ, അടുത്തത്, വാട്ട് ആർ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വൈ ദേ ആർ ഇമ്പോർട്ടൻറ്റ്? ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആണ്. അതായത് റേഡിയോ എന്ന് പറയുന്നത് ഓഡിയോ മീഡിയം ആണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജുകളാണ് ഉപയോഗിക്കേണ്ടത്, എന്നാലേ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വരുള്ളൂ. അടുത്ത എൻഗേജ്മെന്റ് ആൻഡ് ഇമ്മീഡിയസി എന്നുള്ളതാണ്. റേഡിയോസ് ഒരു പേഴ്സണൽ കണക്ഷൻസ് ഉണ്ടാവുന്ന ഒന്നാണ്, അതുകൊണ്ട് റിയൽ ടൈം ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെടണം. ഓഡിയൻസ് അവയർനെസ്, അതായത് കണ്ടന്റുകൾ എല്ലാ സമയത്ത് ടാർഗറ്റിന്റെ ഓഡിയൻസുമായിട്ട് എത്തിക്കുന്ന ഒന്നായിരിക്കണം, അവരുടെ എക്സ്പെക്ടേഷൻസുമായിട്ട് എത്തിക്കുന്ന ഒന്നായിരിക്കണം. വോയിസ് മോഡുലേഷൻസ് ആൻഡ് ടോൺ, അതായത് വോയിസ് മോഡുലേഷൻസ് ഒരു ലിസണേഴ്സിന്റെ ഇൻട്രസ്റ്റിനൊക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നാണ്, അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബ്രിവിറ്റി, അതായത് മെസ്സേജുകൾ വളരെ കൺസൈസ് ആയിട്ട് ആയിരിക്കണം നൽകേണ്ടത്. ടെക്നിക്കൽ ക്വാളിറ്റി, അതായത് പ്രോപ്പർ ആയിട്ടുള്ള സൗണ്ട് ബാലൻസുകൾ, ക്വാളിറ്റികൾ, കാര്യങ്ങളൊക്കെ കൊടുക്കുക, എന്നാലേ ലിസണേഴ്സിന് വളരെ സ്മൂത്ത് ആയിട്ട് കേൾക്കാൻ ഇത് സാധിക്കുകയുള്ളൂ. അടുത്തത്, വാട്ട് ആർ ദ കീ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടെലിവിഷൻ പ്രൊഡക്ഷൻ ടീം? ഒരു ടെലിവിഷൻ പ്രൊഡക്ഷൻ ടീമിന്റെ കീ റോൾസോ റെസ്പോൺസിബിലിറ്റീസോ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒരു ടെലിവിഷൻ പ്രൊഡക്ഷൻ ടീമിൽ മൾട്ടിപ്പിൾ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ഡയറക്ടറാണ് ക്രിയേറ്റീവ് ആസ്പെക്റ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കുക, സ്മൂത്ത് ആയിട്ട് എക്സിക്യൂഷൻ ചെയ്യുന്നതും ഡയറക്ടർ ആയിരിക്കും. പ്രൊഡ്യൂസറാണ് ഫൈനാൻസ് ആയിട്ടുള്ള പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ഷെഡ്യൂളുകൾ തയ്യാറാക്കുക. പ്രൊഡക്ഷന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും പ്രൊഡ്യൂസർ ആയിരിക്കും. സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, ക്യാമറ വർക്കുകൾ, ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് സിനിമാറ്റോഗ്രാഫർ ആണ്. എഡിറ്റർ ഉണ്ടായിരിക്കും, ഫൂട്ടേജുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് എഫക്റ്റുകളൊക്കെ നൽകിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി എഡിറ്റർക്കായിരിക്കും. സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുക, മിക്സ് ചെയ്യുക തുടങ്ങിയ ഡ്യൂട്ടിയാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ഡയലോഗ്സുകൾ, കോണ്ടന്റുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഡ്യൂട്ടി. പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും, ലോജിസ്റ്റിക്സ്, കോർഡിനേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷൻ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിനു മുമ്പ് വേറെ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വൈ ദ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് കൺസിഡേർഡ് ദ ബാക്ക് ബോൺ ഓഫ് ദ ടെലിവിഷൻ പ്രൊഡക്ഷൻ? ഒരു ടെലിവിഷൻ പ്രൊഡക്ഷന്റെ ബാക്ക് ബോൺ ആയിട്ട്, നട്ടലായിട്ട് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിനെ കണക്കാക്കുന്നത് എന്തുകൊണ്ട്? അതായത് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് വർക്ക് ആണ്, അതായത് പ്രൊഡക്ഷന്റെ പ്രോസസ്സിന്റെ ഗ്രൗണ്ട് വർക്കുകൾ നടക്കുന്ന സ്റ്റേജ് ആണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നു, ബഡ്ജറ്റുകൾ തീരുമാനിക്കുന്നു, ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു, ഡയറക്ടേഴ്സ് ആരായിരിക്കണം, സ്ക്രിപ്റ്റിങ്ങിന് എങ്ങനെയാണ് വേണ്ടത്, അതുപോലെ തന്നെ നായകന്മാരായിരിക്കണം, ക്രൂ മെമ്പേഴ്സ് ആരായിരിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യപ്പെടുന്ന സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നതും പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. സ്മൂത്ത് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് നടത്തുന്നതും പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇല്ലാതെ ഒരു പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യാറില്ല, നടക്കാറില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. Okay, and
ആൻഡ് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് സക്സസ്ഫുൾ റേഡിയോ പ്രൊഡ്യൂസർ? ഒരു നല്ല സക്സസ്ഫുൾ റേഡിയോ പ്രൊഡ്യൂസർ ആവണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് വേണ്ടത്? ഒന്നാമത്തെ ക്രിയേറ്റിവിറ്റി വേണം. അതായത് ഒരു കോണ്ടന്റുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ അത് ഡിസൈൻ ചെയ്യുന്നത്, എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രിയേറ്റിവിറ്റി വേണം. രണ്ടാമത്തെ ടെക്നിക്കൽ പ്രൊവിഷ്യൻസി വേണം. ടെക്നിക്കൽ പ്രൊവിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ എക്യുപ്മെന്റ്സിനെ കുറിച്ച്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചിട്ടൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതായത് പ്രസന്റേഴ്സ്, ഗസ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് ഇവരോടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഒരു റേഡിയോ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ സ്കില്ലുകൾ വേണം. അതായത് ഷെഡ്യൂളുകൾ തയ്യാറാക്കുക, സ്ക്രിപ്റ്റുകൾ, പ്രൊഡക്ഷന്റെ വർക്ക് ഫ്ലോ തയ്യാറാക്കുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. ന്യൂസ് ആൻഡ് മ്യൂസിക് സെൻസുകൾ വേണം. അതായത് വാർത്തകൾ തിരിച്ചറിയുക, അതുപോലെ തന്നെ മ്യൂസിക്കുകൾ, ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കുകളൊക്കെ ഏതൊക്കെയാണെന്ന് അറിയുന്ന ആളായിരിക്കണം. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വേണം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്, അതായത് ഒരു ടീമിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, ഒരു പ്രൊഡക്ഷന്റെ സ്റ്റാഫുകളിലൊക്കെ കൊളാബറേഷൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം റേഡിയോ പ്രൊഡ്യൂസർ. എന്നിരുന്നാൽ മാത്രമേ ഒരു പ്രൊഡക്ഷൻസ് കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. 4 മൊഡ്യൂളുകളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. നോട്ട്സുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you.